ഹായ്, വെൽക്കം ടു CC പ്ലസ്. നമുക്കിന്ന് എക്കണോമിക്സിലോട്ട് കടക്കാം അല്ലേ. എക്കണോമിക്സ്, എക്കോണമി എന്നൊക്കെ പറയുമ്പം, സമ്പദ് വ്യവസ്ഥ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ലൈഫ് മുമ്പോട്ട് പോകാൻ പറ്റില്ല എന്തില്ലെങ്കിൽ എക്കോണമി ഇല്ലെങ്കിൽ. അപ്പോൾ ഈ കാണുന്ന പിക്ചറിൽ ആരാന്ന് നിങ്ങൾക്ക് അറിയാമോ? നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സാധനമാണ് കറൻസി നോട്ട്സ് അല്ലേ. കറൻസി ഇല്ലാതെ നമുക്ക് ലൈഫ് ഇല്ലാത്ത അവസ്ഥയാണ്. ഇപ്പോൾ ഡിജിറ്റലൈസ്ഡ് വേൾഡ് ഒക്കെ ആണെങ്കിലും നമുക്ക് കറൻസിയുടെ ഇമ്പോർട്ടൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ RBI ആണ് ഇന്ത്യൻ കറൻസി അച്ചടിക്കുന്നത്, നിങ്ങൾക്ക് അറിയാമോ? അപ്പോൾ ഇതിനകത്ത് സൈൻ ചെയ്തിരിക്കുന്ന ആരാ നിങ്ങൾ കണ്ടിട്ടുണ്ട്? എവിടെ ഒരു സൈൻ ഉണ്ട്, നിങ്ങൾ എടുത്തു നോക്കണം. ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു കറൻസി 10 റുപ്പീസിൻ്റെ ആയാലും 20 റുപ്പീസിൻ്റെ ആയാലും 500ൻ്റെ ആയാലും ഏത് നോട്ടിലും നമുക്കൊരു സൈൻ കാണാൻ പറ്റും. അത് നമ്മുടെ RBI ഗവർണർ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറിന്റെ സൈനാണ്. അദ്ദേഹമാണ് ഈ കാണുന്നത്. നിങ്ങൾ എവിടെയെങ്കിലും ഈ പിക്ചർ കണ്ടിട്ടുണ്ടോ? കാണും. ന്യൂസിലൊക്കെ എന്താ പറയുക, മോണിറ്ററി പോളിസി ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ, റേറ്റ്സ്, ബാങ്ക് റേറ്റ് ഒക്കെ പറയാൻ ഇടയ്ക്കിടയ്ക്ക് ഇദ്ദേഹം വരാറുണ്ട്. ഇത് നമ്മുടെ കറണ്ട് RBI ഗവർണറായ ശക്തികാന്ത ദാസ് ആണ്. ആരാണ് നമ്മുടെ ഇപ്പോഴത്തെ RBI ഗവർണർ? ശക്തികാന്ത ദാസ്. അപ്പൊ ശക്തികാന്ത ദാസ് ആരാണ്, RBI എന്താണ്, അതൊക്കെ നമുക്ക് വിശദമായി പഠിക്കണ്ടേ. ഇതാണ് നമ്മുടെ RBIയുടെ സിമ്പൽ. വാട്ട് ഈസ് ദിസ്? എന്താ കാണുന്നത് നിങ്ങൾ ഈ പിക്ചറിൽ? ഒരു ടൈഗറിനെയും കാണുന്നുണ്ട്, ഒരു പാം ട്രീയും കാണുന്നുണ്ട്. അപ്പൊ നമ്മുടെ RBIയുടെ സിമ്പലിലുള്ളത് ആരൊക്കെയാണ്? ടൈഗറും പാം ട്രീ ആണ്. ഒരു ആനിമലും ഒരു ട്രീയുമാണ് നമ്മുടെ RBIയുടെ സിമ്പൽ. അത് ടൈഗറും പാം ട്രീ ആണ്, മറന്നു പോകരുത്. അപ്പൊ നമ്മുടെ RBI എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ? RBI എന്ന് പറയുന്നത് എന്താ? സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലേ. ഓരോ രാജ്യത്തിനും അവരുടെ മോണിറ്ററി മാനേജ് ചെയ്യാൻ, ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടി ഒരു അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാവും അല്ലേ. ഫിനാൻഷ്യൽ സെക്ടറിൽ മണി മാനേജ്മെന്റിനൊക്കെ ഒരു അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാവും. അപ്പം നമ്മുടെ ഇന്ത്യയുടെ അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ സെൻട്രൽ ബാങ്ക് ആണ് RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നാണ് നിലവിൽ വന്നതെന്ന് അറിയാമോ? നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ്ഡ് ആയത് 1 ഏപ്രിൽ 1935 ഇന്ത്യൻ, അതായത് RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ്ഡ് ഓൺ 1 ഏപ്രിൽ 1935. ഓക്കെ. ദെൻ നിങ്ങൾക്കറിയാം മോസ്റ്റ് എന്താ പറയുക, നമ്മുടെ എല്ലാ വ്യവസായ നഗരം എന്നൊക്കെ പറയുന്നത് ഏറ്റവും കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് മുംബൈ. അപ്പം നമ്മുടെ മണിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാനുള്ള നമ്മുടെ RBIയുടെ അപ്പെക്സ്, അതായത് ഹെഡ് ക്വാർട്ടേഴ്സ്, RBIയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് എവിടെയാണ്? മുംബൈയിലാണ് RBIയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത്. അപ്പം നമ്മൾ പഠിച്ചു RBIയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. RBIയുടെ ഗവർണർ, ഇപ്പോഴത്തെ RBI ഗവർണർ ആരാ? ശക്തികാന്ത ദാസ്. ദെൻ RBIയുടെ എംബ്ലത്തിലുള്ള ആനിമലും പ്ലാന്റും, ആനിമൽ ടൈഗർ, പ്ലാന്റ് പാം ട്രീ. അപ്പോൾ നമ്മുടെ സ്റ്റാർട്ടിങ്ങിൽ 1935 RBI എസ്റ്റാബ്ലിഷ് ചെയ്തതെന്ന് പറഞ്ഞു. അപ്പോൾ RBI വന്ന 1935 ലയൺ ആയിരുന്നു, പിന്നീട് ടൈഗർ ആക്കി മാറ്റി. പിന്നെ RBIയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് മുംബൈ ആണ്. പക്ഷേ 1935 കൊൽക്കത്തയായിരുന്നു. വെസ്റ്റ് ബംഗാളിലെ കൊൽക്കത്തയായിരുന്നു RBIയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ഉണ്ടായിരുന്നത്. പിന്നെ 2 ഇയേഴ്സ് കഴിഞ്ഞതിന് ശേഷം, അതായത് 1935 കൊൽക്കത്തയിൽ നിന്ന് എങ്ങോട്ട് മാറ്റി? മുംബൈയിലേക്ക് മാറ്റി. ദെൻ പ്രധാനമായും RBI എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് നോക്കാം. വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ? ഫസ്റ്റ് നമ്മൾ പറഞ്ഞു അല്ലേ, പറഞ്ഞ പോലെ തന്നെ എന്തായിരിക്കും? നോട്ട് ഇഷ്യൂ ആയിരിക്കും. ഇഷ്യൂയിങ് കറൻസി നോട്ട്സ്. നമ്മുടെ നോട്ട്സ് അച്ചടിക്കാനുള്ള റൈറ്റ് ആർക്ക് മാത്രമേ ഉള്ളൂ? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് മാത്രമേ ഉള്ളൂ. നിങ്ങൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ, കള്ളനോട്ടൊക്കെ അടിക്കുന്നത്. അതൊക്കെ എന്താണ്? കുറ്റകരമാണ്. RBIക്ക് മാത്രമേ എന്തുള്ളൂ? കറൻസി നോട്ട്സ് പ്രിന്റ് ചെയ്യാനുള്ള റൈറ്റ് ഉള്ളൂ. ദെൻ സെക്കൻഡ് വൺ, ബാങ്കർ ടു ദി ഗവൺമെന്റ്. നമുക്ക് ബാങ്ക് ഉണ്ടല്ലേ, നമുക്ക് ഗവൺമെന്റ് ഉണ്ടല്ലേ, സെൻട്രൽ ഗവൺമെന്റ്. അപ്പോൾ ആ സെൻട്രൽ ഗവൺമെന്റിന് നമ്മൾ ഓരോരുത്തരും ഡെപ്പോസിറ്റ് ചെയ്യും, ലോൺ എടുക്കുകയൊക്കെ ചെയ്യുന്നില്ലേ നമ്മുടെ അടുത്തുള്ള ബാങ്കുകളിൽ പോയിട്ട്? SBI, SIB, ഫെഡറൽ ബാങ്ക്, അങ്ങനെ ഒരുപാട് ബാങ്ക്സിൽ നമുക്ക് അക്കൗണ്ടൊക്കെ ഉണ്ടാവും. അപ്പം നമ്മുടെ ബാങ്കിങ് കാര്യങ്ങളൊക്കെ ഈ ബാങ്ക്സ് ഒക്കെ നോക്കുന്നത് പോലെ നമ്മുടെ ഗവൺമെന്റിനും വേണ്ട ഒരു ബാങ്ക്. അപ്പം നമ്മുടെ ഗവൺമെന്റിന്റെ ബാങ്കാണ് ആര്? RBI, ബാങ്കർ ടു ദി ഗവൺമെന്റ്. ദെൻ ബാങ്കർ ടു ദി ബാങ്ക്സ്. ഇനി നമ്മൾ ബാങ്കിൽ പോയി നമ്മുടെ കാര്യങ്ങളൊക്കെ നടത്തും അല്ലേ, ഡെപ്പോസിറ്റും ലോണും ഒക്കെ നടത്തും. അതേപോലെ ഈ ബാങ്കുകൾക്ക് എവിടെയെങ്കിലും ഇവരുടെ ഡെപ്പോസിറ്റ് നടത്തണ്ടേ? ഇവർക്ക് എന്താ പറയുക, നമുക്ക് ലോണൊക്കെ തരാൻ എമൗണ്ട് ഒക്കെ തികഞ്ഞില്ലെങ്കിൽ എന്ത് ചെയ്യണം? അവർക്ക് കടം വാങ്ങണം. അപ്പോൾ അവരെവിടെ പോയി കടം വാങ്ങും? RBI പോവും.
അപ്പൊ ബാങ്കർ ടു ദി ബാങ്ക്സ്, ഗവൺമെന്റിന്റെ ബാങ്കാണ്. അതേപോലെ മറ്റ് ബാങ്കുകളുടെയും ബാങ്കാണ് ഏത്? RBI. ദെൻ നെക്സ്റ്റ് വൺ ബാങ്ക് സൂപ്പർവിഷൻ. അതായത് നമ്മുടെ രാജ്യത്തെ ഈ ബാങ്കുകളൊക്കെ നന്നായി പ്രവർത്തിക്കുന്നുണ്ടോ? ഓരോ സെക്ടറിലും എന്തുണ്ടാവും? സൂപ്പർവൈസർമാരുണ്ടാവും അല്ലേ? നമ്മുടെ വീടൊക്കെ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും, സൂപ്പർവൈസർ ഒക്കെ ഉണ്ടാവും അല്ലേ? എഞ്ചിനീയർ കൂടാതെ സൂപ്പർവൈസർ ഒക്കെ ഉണ്ടാവും. അതേപോലെ തന്നെ എല്ലാ മേഖലയിലും സൂപ്പർവൈസർമാർ ഉള്ളത് പോലെ തന്നെ നമ്മുടെ ബാങ്കിനും ഒരു സൂപ്പർവൈസർ വേണം. ബാങ്കുകളുടെ ഫംഗ്ഷൻ ഒക്കെ കറക്റ്റ് ആയിട്ട് നടക്കുന്നുണ്ടോ, അവര് ലോസ് ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് സൂപ്പർവൈസ് ചെയ്യുകയും ആരുടെ ഡ്യൂട്ടിയാണ്? നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു ഫംഗ്ഷൻ ആണ്. ദെൻ മോണിറ്ററി റെഗുലേഷൻ ആൻഡ് മാനേജ്മെന്റ്, അതാണ് നമ്മൾ പറഞ്ഞത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യുന്ന എന്താ? നമ്മുടെ മണി സപ്ലൈ അല്ലെ? ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലേക്ക്, ഇന്ത്യൻ ഇക്കോണമിയിലേക്ക് വരുന്ന പണം, മണി മാനേജ് ചെയ്യുക. അതായത് മണി സപ്ലൈയും മണിയുടെ ഡിമാൻഡും എപ്പോഴും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുക. ഇൻഫ്ലേഷൻ ഡിഫ്ലേഷൻ എന്നൊക്കെ നിങ്ങൾ ന്യൂസിൽ കേട്ട് കാണും. അപ്പോൾ വിലക്കയറ്റം അല്ലെങ്കിൽ പണപ്പെരുപ്പം, പണത്തിന്റെ മൂല്യം കുറയുന്നതാണ്. അതൊക്കെ എന്ത് ചെയ്യാം? അതൊക്കെ കൺട്രോൾ ചെയ്ത് കൃത്യമായ ഒരു സമ്പദ് വ്യവസ്ഥയെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് നമ്മുടെ RBIയുടെ ഫംഗ്ഷൻ ആണ്. ദെൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആൻഡ് കൺട്രോൾ. നമുക്ക് എബ്രോഡിലോട്ടൊക്കെ പോകേണ്ടി വരും. അപ്പോൾ എബ്രോഡിലുള്ള ആൾക്കാരൊക്കെ നമ്മുടെ രാജ്യത്തൊക്കെ പണം അയക്കുന്നുണ്ടാവും. അപ്പോൾ ഒരുപാട് എന്താ പറയുക, പല രീതിയിൽ FDI ആയിട്ടും പല ഡെപ്പോസിറ്റുകളായിട്ടും ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടും ഒക്കെ നമ്മുടെ രാജ്യത്തേക്ക് പുറം രാജ്യത്തു നിന്നുള്ള കറൻസി ഒക്കെ എത്തുന്നുണ്ടാവും. അപ്പോൾ ഫോറിൻ മാനേജ്മെന്റ്, ഫോറിൻ കറൻസി മാനേജ്മെന്റ്, ഫോറിൻ എക്സ്ചേഞ്ച് കറക്റ്റായിട്ട് മാനേജ് ചെയ്യേണ്ടതും ആരുടെ ഡ്യൂട്ടിയാണ്? ആരുടെ ഫംഗ്ഷനാണ്? നമ്മുടെ RBIയുടെ ഫംഗ്ഷനാണ്. ഇനി RBI നമ്മൾ ഈ പറഞ്ഞു മണി മാനേജ്മെന്റ് ആണ് RBIയുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞു. അപ്പോൾ ഈ മണി മാനേജ്മെന്റ് കറക്റ്റായിട്ട് ചെയ്യണമെങ്കിൽ എന്ത് വേണം? കുറേ പോളിസീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ പോളിസി റേറ്റ്സ് എന്ന് പറഞ്ഞ കുറേ റേറ്റ്സ് ഉണ്ട് RBIക്ക്. അപ്പോൾ അതിലെ ഫസ്റ്റ് ആൻഡ് ഇമ്പോർട്ടൻ്റ് ആണ് ബാങ്ക് റേറ്റ്. എന്താ ബാങ്ക് റേറ്റ്? നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുമ്പോൾ നമുക്കൊരു ഇൻട്രസ്റ്റ് പേയ്മെന്റ് അടയ്ക്കണം അല്ലേ? ഇപ്പം നമ്മൾ 1 lakh ലോൺ എടുത്തു എന്ന് വിചാരിക്കുക. നമ്മുടെ ഒരു പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മളൊരു 1 ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു. അപ്പോൾ നമ്മൾ തിരിച്ച് 6 months കഴിഞ്ഞ് തിരിച്ച് റീപേ ചെയ്യുകയാണ്. അപ്പോൾ റീപേ ചെയ്യുമ്പോൾ ഈ 1 lakh മാത്രം പേ ചെയ്താൽ മതിയോ? പോരാ, നമ്മൾ ഇൻട്രസ്റ്റ് പേയ്മെന്റ് നടത്തണം അല്ലേ? ചിലപ്പോൾ അത് ഓരോ ആ സമയത്തെ റേറ്റിനനുസരിച്ചായിരിക്കും. അപ്പോൾ 1,10,000 അല്ലേ? അത്രയൊക്കെ നമ്മൾ ചിലപ്പം അധികം അടയ്ക്കേണ്ടി വരും. അപ്പോൾ ഈ അധികം അടയ്ക്കുന്ന ആ ഒരു റേറ്റ് ആണ്, അതാണ് ഇൻട്രസ്റ്റ് റേറ്റ്. അതേപോലെ തന്നെ ബാങ്കുകൾ RBI നമ്മുടെ ഈ കൊമേഴ്ഷ്യൽ ബാങ്ക്സിന് ലോൺ കൊടുക്കുമ്പോൾ അവരെന്ത് ചെയ്യണം? ഒരു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അവിടെ പേ ചെയ്യണം. ആ റേറ്റിനെയാണ് എന്ത് പറയുക? ബാങ്കർ. ആ റേറ്റിനെയാണ് എന്ത് പറയുക? ബാങ്ക് റേറ്റ് എന്ന് പറയുക. അപ്പോൾ നമ്മൾ ഓരോരുത്തർക്കും ബാങ്ക് ഇൻട്രസ്റ്റ് തരുന്നത് പോലെ RBI ബാങ്കുകൾക്ക് കൊടുക്കുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് ബാങ്ക് റേറ്റ്. ഇറ്റ് ഈസ് ദ ഇൻട്രസ്റ്റ് റേറ്റ് ദാറ്റ് ഈസ് ചാർജ്ഡ് ബൈ ദ country central bank to loans and advances to the commercial banks. Okay, then repo rate, ബാങ്ക് റേറ്റ് പോലെ തന്നെ മറ്റൊരു റേറ്റ് ആണ്. അതായത് നമ്മുടെ മണി സപ്ലൈ ഒക്കെ പ്രോപ്പർ ആയിട്ട് നിർത്താൻ വേണ്ടിയിട്ടുള്ള അനദർ റേറ്റ് ആണ് റിപ്പോ റേറ്റ്. റീപർച്ചേസ് എഗ്രിമെന്റ് റേറ്റ് ആണ്. ഓക്കെ, whenever the banks have any shortage of funds, they have to borrow it from the central bank. Repo rate is the rate at which our banks borrow currency from the central bank. എന്താ പറഞ്ഞ? റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാങ്കുകൾക്ക് ഫണ്ട് കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ, നമ്മുടെ ഇക്കോണമിയിലേക്ക് ഫണ്ട് പ്രൊവൈഡ് ചെയ്യാനില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആരെ സമീപിക്കും? RBIനെ സമീപിക്കും. അപ്പോൾ RBI ഇവർക്ക് പണം കടം കൊടുക്കും അല്ലെ? ബാങ്കുകൾക്ക് ബോറോയിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് പൈസ കൊടുക്കും. അപ്പോൾ അതിനു വേണ്ടി നമ്മുടെ ബാങ്കുകൾ ഈടാക്കുന്ന ആ ഷോർട്ടേജ് ഓഫ് ഫണ്ട് വരുന്ന സമയത്ത് RBI ബാങ്കുകളിൽ നിന്ന് ഈടാക്കുന്ന പൈസയാണ് എന്ത്? റിപ്പോ റേറ്റ്. എ റിഡക്ഷൻ ഇൻ ദ റിപ്പോ റേറ്റ് വിൽ ഹെൽപ്പ് ബാങ്ക്സ് ടു ഗെറ്റ് മണി അറ്റ് എ ചീപ്പർ റേറ്റ്. അപ്പോൾ റിപ്പോ റേറ്റ് കുറയ്ക്കാൻ നിങ്ങൾ കേട്ട് കാണും, ന്യൂസിൽ ഇടയ്ക്കിടയ്ക്ക് വരും, എന്താ പറയുക, റിപ്പോ റേറ്റ് കൂട്ടി കുറച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ റിപ്പോ റേറ്റ് കുറച്ചു എന്ന് പറഞ്ഞാൽ ആർക്ക്? നമ്മുടെ ബാങ്കുകൾക്ക് കൂടുതൽ മണി അവൈലബിൾ ആവും. അപ്പോൾ ഇക്കോണമിയിൽ കൂടുതൽ മണി ഫോളോ ചെയ്യും. വെൻ ദ ബാങ്ക് ഇൻക്രീസസ് റിപ്പോ റേറ്റോ, അപ്പോൾ മോർ എക്സ്പെൻസീവായി മാറും. ആർക്ക്? ബാങ്കുകൾക്ക് ഈ ലോൺ എടുക്കുക എന്ന് പറയുന്നത്, RBIയിൽ ലോൺ എടുക്കുക എന്ന് പറയുന്നത് മോർ എക്സ്പെൻസീവായി മാറും. അപ്പോൾ അതിനനുസരിച്ച് എന്തും കൂടും? നമുക്ക് ബാങ്കുകളിൽ ലോൺ തരുന്ന ഇൻട്രസ്റ്റ് റേറ്റും കൂടും. അപ്പോൾ നമ്മൾ ലോൺ എടുക്കാൻ മടിക്കും അല്ലേ? നമ്മൾ എപ്പോഴും ഇൻട്രസ്റ്റ് റേറ്റ് കുറവാണെങ്കിൽ കൂടുതൽ പൈസ ലോൺ എടുക്കാമെന്ന് വിചാരിക്കും. ഇൻട്രസ്റ്റ് റേറ്റ് കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും?
നമ്മൾ ലോണിൻ്റെ എമൗണ്ട് ഒക്കെ കുറയ്ക്കും. കാരണം അത്രയും പൈസ നമ്മൾ റിപ്പേ ചെയ്യേണ്ടി വരും. അപ്പോഴെന്ത് ചെയ്യും, മണി മാർക്കറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ഇക്കോണമിയിൽ മണി സപ്ലൈ കുറയും. അപ്പോൾ ഇൻഫ്ലേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് RBI ചെയ്യുന്ന പരിപാടിയാണ് റിപ്പോ റേറ്റ് കൂട്ടുക എന്നുള്ളത്. അതായത് മണി സപ്ലൈ കൂടുതലാണ് നമ്മുടെ ഇക്കോണമിയിലെങ്കിൽ എന്ത് ചെയ്യും, റിപ്പോ റേറ്റ് ഇൻക്രീസ് ചെയ്യും, ബാങ്ക് റേറ്റ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഇതൊക്കെ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇക്കോണമിയിലെ മണി ഫ്ലോ റെഡ്യൂസ് ചെയ്യും. അങ്ങനെ നമ്മുടെ മണി മാനേജ്മെന്റ് ഒരു ബാലൻസിലങ്ങ് പോകും. ഇനി നേരെ തിരിച്ച് പണച്ചുരുക്കമാണ്, ആരുടെ കയ്യിലും പണമില്ല, ഡിഫ്ലേഷൻ ആണ് അവസ്ഥയെങ്കിൽ എന്ത് ചെയ്യും, ഈ റേറ്റ്സ് ഒക്കെ ബാങ്ക് റേറ്റ്, റിപ്പോ റേറ്റ്, ഇനി വരാൻ പോകുന്ന റിവേഴ്സ് റിപ്പോ റേറ്റ് ഒക്കെ ബാങ്ക് റെഡ്യൂസ് ചെയ്യും. റെഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചീപ്പറായിട്ട് മണി അവൈലബിൾ ആവും. അപ്പോൾ ഇക്കോണമിയിൽ മണി ഫ്ലോ കൂടുതലായിട്ട് നടക്കും. അങ്ങനെ ആവശ്യത്തിന് മണി ഫ്ലോ എവിടെ വരും, ഇന്ത്യൻ ഇക്കോണമിയിൽ വരും. അങ്ങനെയാണ് നമ്മുടെ ഒരു ബാലൻസിങ് ഓഫ് മണി മാനേജ്മെന്റ് ബൈ RBI. Then reverse repo rate, and opposite reverse repo rate, it is the rate at which banks park surplus fund with reserve bank. അതായത് സർപ്ലസ്, നേരത്തെ നമ്മൾ പറഞ്ഞു ഫണ്ടിന്റെ ഷോർട്ടേജാ, അപ്പോൾ അവിടെ എന്തിനു പോകും, ലോൺ എടുക്കാൻ പോകും. ഇനി സർപ്ലസ് ഫണ്ട് ഉണ്ടെന്ന് വിചാരിക്കുക ബാങ്കിന്റെ കയ്യിൽ, കൂടുതൽ അധികം പൈസ. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന പോലെ തന്നെ, നമ്മൾ ബാങ്കിൽ പോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ RBI എവിടെ പോയി ഡെപ്പോസിറ്റ് ചെയ്യും, RBIയിലേക്ക് ഡെപ്പോസിറ്റ് കൊടുക്കും. അപ്പോൾ RBI എന്ത് ചെയ്യും, വൈൽ ദ റിപ്പോ റേറ്റ് ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് ബാങ്ക്സ് ബോറോ ഫ്രം ദി സെൻട്രൽ ബാങ്ക് ആണെങ്കിൽ, റിവേഴ്സ് റിപ്പോയോ ദർ ഈ സർപ്ലസ് ഫണ്ട് ഉണ്ടാവുമ്പം എന്ത് ചെയ്യും, അവിടെ RBI ആർക്ക് ഒരു എന്താ പറയുക, നമുക്ക് ഡെപ്പോസിറ്റിന് പലിശ തരുന്നത് പോലെ അധികം ആർക്ക് കൊടുക്കും, നമ്മുടെ RBI ബാങ്കുകൾക്ക് കൊടുക്കും. അപ്പോൾ എന്ത് ചെയ്യും, റിവേഴ്സ് റിപ്പോ എന്ന് പറഞ്ഞാൽ റിപ്പോയിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. നമുക്ക് ഡെപ്പോസിറ്റ് പോലെയാണ്, ആർക്ക്, നമുക്ക് ഡെപ്പോസിറ്റിന് ഇൻട്രസ്റ്റ് കിട്ടുന്നത് പോലെയാണ് ബാങ്കുകൾക്ക് RBI റിവേഴ്സ് റിപ്പോ കൊടുക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ ലോൺ എടുക്കുമ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് വരുന്ന പോലെ ആർക്ക്, RBI ആർക്ക് റിപ്പോ റേറ്റ് കൊടുക്കും, കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് റിപ്പോ റേറ്റ് കൊടുക്കും. അപ്പോൾ നമ്മുടെ ഇക്കോണമിയിലെ മണി ഒന്ന് മാനേജ് ചെയ്യാൻ, അല്ലെ, ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് റിപ്പോ റേറ്റ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യും, റിവേഴ്സ് റിപ്പോ റേറ്റ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യും. അപ്പം ഇക്കോണമിയിൽ ഇൻഫ്ലേഷൻ ആണെങ്കിൽ ബാങ്ക് റേറ്റ്, റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ് ഇതൊക്കെ എന്ത് ചെയ്യും, RBI കൂട്ടും, അല്ലേ. കൂട്ടുമ്പം ഇക്കോണമിയിൽ മണി ബാലൻസ് ചെയ്യും. അതേപോലെ തന്നെ ഡിഫ്ലേഷൻ ആണെങ്കിൽ RBI എന്ത് ചെയ്യും, ഈ റേറ്റ്സ് ഒക്കെ കുറയ്ക്കും. അപ്പോൾ കൂടുതൽ മണി അവൈലബിൾ ആവും. അങ്ങനെ അത് ബാലൻസ് ചെയ്തു പോകും. ഇനി CRR, മറ്റൊരു റേറ്റ് ആണ് CRR, ക്യാഷ് റിസർവ് റേഷ്യോ. എന്താണ്, ഒരു സെർട്ടൈൻ പെർസെൻറ്റേജ് ഓഫ്, അതായത് കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ഫണ്ടിൻ്റെ ഒരു സെർട്ടൈൻ പെർസെൻറ്റേജ് എവിടെ ഡെപ്പോസിറ്റ് ചെയ്യണം, RBIയിൽ കീപ്പ് ചെയ്യണം. ഇപ്പോൾ ഒരു 4% അല്ലെങ്കിൽ 5% അങ്ങനെ ഒരു റേറ്റ് RBI പ്രഖ്യാപിക്കും. അപ്പോൾ ആ ഒരു സെർട്ടൈൻ പെർസെൻറ്റേജ് RBIയിൽ കൊമേഴ്ഷ്യൽ ബാങ്ക് കീപ്പ് ചെയ്യണം. അപ്പോൾ ഇൻഫ്ലേഷൻ്റെ ടൈമിൽ എങ്ങനെയായിരിക്കും, CRR കൂടുതലായിരിക്കോ കുറവായിരിക്കോ? തീർച്ചയായും ഇൻഫ്ലേഷൻ്റെ ടൈമിൽ CRR കൂട്ടുകയും ഡിഫ്ലേഷൻ്റെ ടൈമിൽ CRR കുറയ്ക്കുകയും മണി ഫ്ലോ കറക്റ്റായിട്ട് ബാലൻസ് ചെയ്യുകയും ചെയ്യും. അതേപോലെ തന്നെ മറ്റൊരു റേറ്റ് ആണ് SLR, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ, അതായത് ലിക്വിഡ് ക്യാഷിൻ്റെ ഒരു പെർസെൻറ്റേജ്. ഇപ്പോൾ നമ്മൾ CRR പറഞ്ഞതുപോലെ തന്നെ ഒരു സെർട്ടൈൻ പെർസെൻറ്റേജ് എവിടെ സേവ് ചെയ്യണം, RBIയിൽ സേവ് ചെയ്യണം. അപ്പോൾ അതേപോലെ തന്നെ സെയിം റിപ്പോയും റിവേഴ്സ് റിപ്പോയും ഒക്കെ പറഞ്ഞതുപോലെ തന്നെ ഇൻഫ്ലേഷൻ്റെ ടൈമിൽ SLR എന്ത് ചെയ്യും, കൂട്ടും, ഡിഫ്ലേഷൻ്റെ ടൈമിൽ കുറയ്ക്കും. അങ്ങനെ മണി ഫ്ലോ കറക്റ്റായിട്ട് മാനേജ് ചെയ്യും. ദെൻ ഇത്രയും ക്ലിയർ ആയല്ലോ. RBIയുടെ റേറ്റ്സിനെ പറ്റിയോ ഫംഗ്ഷനെ പറ്റിയോ ഒക്കെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് ചോദിക്കാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, നമ്മുടെ സിവിൽ സർവീസ് പരിശീലനത്തെക്കുറിച്ച് എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ അല്ലേ. CC+ൻ്റെ ഒരു പ്രധാനപ്പെട്ട കോഴ്സാണ് ഇത്, സിവിൽ സർവീസ് ഫൗണ്ടേഷൻ കോഴ്സ്. അപ്പോൾ ചെറിയ കുട്ടികൾക്ക് മുതൽ സിവിൽ സർവീസ് പരിശീലിച്ച് തുടങ്ങാം. അപ്പോൾ നമ്മുടെ ബാച്ച് 4th സ്റ്റാൻഡേർഡ് ടു 7th സ്റ്റാൻഡേർഡ് ആൻഡ് 8th to 10th സ്റ്റാൻഡേർഡ് അങ്ങനെ ഡിഫറെൻറ്റ് സെക്ഷനിലായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ, സി യു.